ഞാൻ വിചാരിച്ചു മിസ് മഹേശ്വരി എന്നെ മറന്നു കാണുമെന്ന്. കൊള്ളാം. മിസ്റ്റർ ശേഖരന്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ഈ പഞ്ചവടിയിൽ സെക്രട്ടറി ജോലി കിട്ടിയത്. ആ നന്ദിയല്ല ഇക്കാലത്ത് ആരെങ്കിലും ഓർക്കും. ആരും ഓർത്തില്ലെങ്കിലും ഞാൻ എന്നും ഓർക്കും. അത് മതി. ആ ഓർമ്മയുടെ തണലിൽ എന്റെ മനസ്സിൽ 1000 സ്വപ്നങ്ങൾ വിടർന്നുകൊണ്ടിരിക്കും. എന്റെ നന്ദി വാക്കുകൾക്ക് ഇത്ര ശക്തിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഒരു യുവതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുടെ മുമ്പിൽ എന്നെപ്പോലുള്ള ഒരുവൻ ചിലപ്പോൾ ബലഹീനനായി. അടിയുടെ കുറവാണ്. കരണക്കുറ്റി നോക്കി 2 പൊട്ടിച്ചാൽ ഇതൊക്കെ മാറും. എടോ, കൊള്ളാവുന്നവർ സംസാരിക്കുമ്പോൾ ചോദിക്കാതെ അകത്ത് വരാം. മാസ്റ്റർക്ക് എന്റെ അടുത്ത് എപ്പോഴും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാസ്റ്റർ, എന്താണ് ഇത്ര ക്ഷോഭം? താൻ ആരെയാണ് അടിക്കുമെന്ന് പറഞ്ഞത്? അയ്യോ, സാറിനെ അല്ല, ഇവിടുത്തെ ഡാൻസ് മാസ്റ്റർ രാമുണ്ണി. എന്തിനാ? എന്റെ ശിഷ്യ രജനിയുടെ അമ്മയോട് ആ ഡാൻസ് മാസ്റ്റർ പറയാൻ പാടില്ലാത്ത ഏതോ പറഞ്ഞു. തള്ള സമ്മതിച്ചില്ല. ഓഹോ, അതുകൊണ്ടാണോ രജനിയുടെ പേര് മദ്രാസിലേക്ക് അയക്കുന്ന ഡാൻസ് പാർട്ടിയിൽ ചേർക്കണ്ടെന്ന് പറഞ്ഞത്? അവനും നമ്മളെപ്പോലെ ഒരു പെൺകോന്തനാ സാറ്. പിന്നെ രജനിയുടെ പേര് കൂടി സാർ ലിസ്റ്റിൽ ചേർത്തുകൊള്ളണം. രജനിയുടെ പേരിൽ മാസ്റ്റർക്ക് എന്താ ഇത്ര ഒരു പ്രത്യേകത? അയ്യോ, തെറ്റിദ്ധരിക്കരുത്. കലയുടെ പേരിൽ ഒരു മമത. അതോ ഡാൻസ് മാസ്റ്ററുടെ വല്ല പദ്ധതിയും മാസ്റ്റർ മനസ്സിലും ഉണ്ടോ? അത് സാറിന്റെ സ്വഭാവം. എന്താ ഇവിടെ പോലീസ് കേസ് വല്ലതുണ്ടോ? പരമ രഹസ്യമാണ്. അവിടെ ഈ ഫോട്ടത്തിൽ കാണുന്ന പോലെ ഒരാള് സൗകര്യമായിട്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് കാട്ടിത്തരാമോ? ഈ മാതിരി ഇവിടെ ആരുമില്ല. ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? സൗകര്യമല്ലോ. എന്നാ ഇനി എവിടെ ഉണ്ടെന്നും കൂടെ അങ്ങോട്ട് പറഞ്ഞോളൂ. മാസ്റ്ററെ, നിങ്ങൾ ഇവിടെ പാട്ട് പഠിപ്പിക്കാൻ വന്നോ അതോ കള്ളനെ പിടിക്കാൻ വന്നോ? പാട്ട് പഠിപ്പിക്കാൻ. എന്നാൽ ആ ജോലി നോക്കിയാൽ മതി. പോലീസുകാരോട് വെറുതെ അതും ഇതും ഒക്കെ പറഞ്ഞു കൊടുത്താൽ ആ കള്ളൻ നിങ്ങളെ വെറുതെ വിടുമോ? അയ്യോ, ഞാനിതൊന്നും ഓർമ്മിച്ചില്ല. ഏട്ടങ്ങത്തെ ഞാൻ അറിഞ്ഞതുമില്ല, കേട്ടതുമില്ല. എനിക്ക് എന്റെ പാട്. മൊത്തയ്യേ, മാഷ് ഒരു പാവാന്നാ തോന്നുന്നത്. അയാൾ ഇതൊന്നും കണ്ടു കാണില്ല. ചുമ്മാ ഇരുന്നാട്ട് എന്റെ ഏട്ടങ്ങന്ന് അവന്റെ കൊരനായ്ക്ക് പിടിച്ചിട്ട് ഇടിയിടിച്ചാലുണ്ടല്ലോ, ഈ ഫോട്ടോ ഉള്ളതിന് അവന്റെ അപ്പനെയും കണ്ടെന്ന് പറയും. ആ ഫോട്ടോ കയറണം. ഇവൻ എന്റെ നോട്ടപ്പുള്ളിയാണ്. പറ്റുള്ളൂ. ഏട്ടങ്ങന്നേ, ഫോട്ടോ കൊടുത്താലേ നമ്മൾ ആള് തെറ്റി വേറെ വല്ലതും അറസ്റ്റ് ചെയ്തു പോകും. ഗുരുവായൂരപ്പാ, അധർമ്മം അതൊരിക്കലും പാടില്ല കേട്ടോ മത്തായി. വിദ്യാഭവും അധികാരമുള്ള ഉദ്യോഗസ്ഥരല്ലേ, സൗകര്യമായിട്ടൊന്നിരുന്ന് പിടിക്കട്ടെ. അങ്ങനെ വന്നാട്ടെ. നമുക്ക് ഈ മാഷെ കസ്റ്റഡിയിൽ എടുത്ത് ലോക്കപ്പിൽ ഇട്ടുണ്ടല്ലോ, കാര്യങ്ങൾ അഞ്ഞനം വെച്ച് തെളിയുന്ന പോലെ തെളിയും. സത്യമില്ലാത്ത ലോകം. നമ്മളൊന്നും ഈ പണിക്ക് പറ്റിയതല്ല മത്തായി. അത് ശരിയാ, അങ്ങനെ വന്നാട്ടെ.